ഫസ്റ്റ് തന്നെ നമ്മൾ സെർച്ച് ടാബിൽ പോയിട്ട് പവർ പോയിൻ്റ് എന്ന് ടൈപ്പ് ചെയ്തു, ഓപ്പൺ ക്ലിക്ക് ചെയ്തു, ബ്ലാങ്ക് പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞെടുത്ത് സെലക്ട് ചെയ്യുക. മെനു ബാർ കിട്ടാൻ വേണ്ടി നമ്മൾ ഹോം സെലക്ട് ചെയ്യുക. പുതിയ സ്ലൈഡ് ആഡ് ചെയ്യാൻ വേണ്ടി സ്ലൈഡ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ന്യൂ സ്ലൈഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പല ടൈപ്പ് സ്ലൈഡിൻ്റെ ഒരു മെനു പോലെ കിട്ടും. അതിൻ്റെ അകത്ത് നമുക്ക് ഏത് സ്ലൈഡാണോ വേണ്ടത്, ഏത് ടൈപ്പാണോ വേണ്ടത് അത് നമുക്ക് സെലക്ട് ചെയ്യാം. ഇനി നമുക്ക് മെയിൻ സ്ലൈഡിൽ ഹെഡിങ്ങും അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടി ചെയ്യാം. അവിടെ ഹെഡിങ്ങിൽ നമുക്കൊരു സിമ്പിൾ പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ എന്ന് ടൈപ്പ് ചെയ്തു. താഴത്തെ കോളത്തിൽ ഈ പ്രസൻറ്റേഷൻ ആരെ ഉണ്ടാക്കിയെന്ന ഇൻഫർമേഷൻ നമുക്ക് ആഡ് ചെയ്യാം. നമ്മൾ ഈ ടൈപ്പ് ചെയ്തിരിക്കുന്ന ടെക്സ്റ്റിൻ്റെ സ്റ്റൈലും എല്ലാം മാറ്റാൻ വേണ്ടി നമുക്ക് ഏത് ടെക്സ്റ്റാണ് എഡിറ്റ് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഫോണ്ട് എന്ന് പറഞ്ഞ സെക്ഷനിൽ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഏത് ഫോണ്ടിൽ വേണമെന്ന് നമുക്ക് സെലക്ട് ചെയ്യാൻ കുറേ ഓപ്ഷൻസ് കിട്ടും. അതിൻ്റെ അകത്ത് നമുക്ക് ഇതിൻ്റെ താഴത്തൂടെ ഏതെങ്കിലുമൊക്കെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് എങ്ങനെ ഇരിക്കുമെന്നും കാണാൻ പറ്റും. നമുക്കിപ്പോൾ ടൈപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ടൈംസ് ന്യൂ റോമൻ ടൈപ്പ് ചെയ്തിട്ട് അത് സെലക്ട് ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്ന് കാണാം. ഇല്ലെങ്കിൽ നമുക്ക് തന്നെ താഴെ പോയിട്ട് ഏത് വേണമെന്ന് നമുക്ക് ഓരോന്നിൻ്റെയും മുകളിൽ വെച്ച് നോക്കിയിട്ട് അങ്ങനെയും സെലക്ട് ചെയ്യാം. ഈ ടെക്സ്റ്റിൻ്റെ ഫോണ്ട് സൈസ് മാറ്റാൻ വേണ്ടി റൈറ്റ് സൈഡിലെ 2 എയിൽ കുഞ്ഞ് എയിൽ ഞെക്കുമ്പോൾ നമ്മുടെ സൈസ് കുഞ്ഞാവുകയും വലിയ എയിൽ ഞെക്കുമ്പോൾ നമ്മുടെ ടെക്സ്റ്റിൻ്റെ സൈസ് വലുതാവുകയും ചെയ്യും. ഇല്ലെങ്കിൽ നമുക്ക് തന്നെ ഇതിൻ്റെ അകത്ത് ഏത് സൈസ് വേണമെന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. ആ ഡ്രോപ്പ് ഡൗണിൽ ഞെക്കിയിട്ട് ഓരോന്നിൻ്റെ മുകളിൽ കൂടെ വെക്കുമ്പോൾ ഈ ടെക്സ്റ്റിൻ്റെ സൈസ് കാണാൻ പറ്റും. ഫോണ്ട് സെക്ഷനിൽ ഇവിടെ BIU എന്നൊക്കെ എഴുതിയിരിക്കുന്നതിൽ അത് സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബോൾഡ് ആക്കാം, സ്ലാൻഡിങ് ആക്കാം, യു ഞെക്കുവാണെങ്കിൽ അണ്ടർലൈൻ ചെയ്യാം. ഇങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് വേണ്ടതുപോലെ സെലക്ട് ചെയ്യാം. ടെക്സ്റ്റിൻ്റെ കളറ് മാറ്റാൻ വേണ്ടി ഇവിടെയുള്ള എയിൽ ഞെക്കുമ്പോൾ നമുക്ക് പല കളേഴ്സിൻ്റെ ഓപ്ഷൻ കിട്ടും. അതിൻ്റെ അകത്ത് നമുക്ക് വേണ്ട കളറ് സെലക്ട് ചെയ്യാം. ചെയ്തതെല്ലാം നമുക്ക് യുവവിജ്ഞാന എന്ന ടെക്സ്റ്റിലും കൂടെ അപ്ലൈ ചെയ്യാം. ഫോണ്ടിൻ്റെ സ്റ്റൈല് മാറ്റി, ഫോണ്ട് സൈസ് ചേഞ്ച് ചെയ്തു, ബോൾഡ് ആക്കോ സ്ലാൻഡിങ് ആക്കോ ചെയ്യാം. ഫോണ്ടിൻ്റെ കളറ് മാറ്റി. ഇനി നമുക്ക് ടെക്സ്റ്റ് അലൈൻമെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. അതിനടുത്ത സ്ലൈഡിൽ നമ്മളൊരു ഹെഡിങ് എഴുതാം. ഇപ്പോൾ നമുക്ക് ഡിസ്ട്രിക്ട്സ് ഇൻ കേരള എന്ന് പറഞ്ഞെഴുതാം. ഇനി ഇത് സെലക്ട് ചെയ്യുക. എന്നിട്ട് പാരഗ്രാഫ് എന്ന് പറഞ്ഞ സെക്ഷനിൽ ആ ലൈൻസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് സെൻറ്റർ അലൈൻമെൻറ്റ്, റൈറ്റ് അലൈൻമെൻറ്റ്, ലെഫ്റ്റ് അലൈൻമെൻറ്റ് ഇതൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റും. ടെക്സ്റ്റിൽ ബുള്ളറ്റ് പോയിൻറ്റ്സ് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ഫസ്റ്റ് ഏതെങ്കിലും ഒരു ഡിസ്ട്രിക്റ്റിൻ്റെ നെയിം ടൈപ്പ് ചെയ്തു. ഇനി പാരഗ്രാഫിൽ ചെന്നിട്ട് മുകളിലത്തെ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പല ടൈപ്സ് ബുള്ളറ്റ് പോയിൻറ്റ്സിൻ്റെ സ്റ്റൈല് കാണാം. ഇതിൻ്റെ അകത്ത് എങ്ങനെയാണോ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. ഇനി അടുത്ത എൻ്റർ ഞെക്കിയിട്ട് അടുത്തത് ടൈപ്പ് ചെയ്യുമ്പോൾ ആ ബുള്ളറ്റ് പോയിൻ്റ് അത് തനിയെ വന്നോളൂ. ഈ ബുള്ളറ്റ് പോയിൻ്റ് നമുക്കിനി നമ്പേഴ്സിൻ്റെ വേണേലും ആക്കാം. അതിന് ഈ ടൈപ്പ് ചെയ്തത് സെലക്ട് ചെയ്യുക. എന്നിട്ട് റൈറ്റ് സൈഡിൽ ഇവിടുത്തെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ 1 2 3 അല്ലെങ്കിൽ ABCD ഇങ്ങനത്തെ ഓപ്ഷൻസും കിട്ടും. അപ്പോൾ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് അത് സെലക്ട് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് സ്ലൈഡിൽ ഫോട്ടോസ് എങ്ങനെ ആഡ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ മുകളിൽ ഇൻസേർട്ട് എന്ന് പറഞ്ഞത് സെലക്ട് ചെയ്യുമ്പോൾ പിക്ചേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കിട്ടും. അതിൻ്റെ അകത്ത് ദിസ് ഡിവൈസ് അല്ലെങ്കിൽ ഓൺലൈൻ പിക്ചേഴ്സിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. ദിസ് പിക്ചേഴ്സ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഡെസ്ക്ടോപ്പിൽ കമ്പ്യൂട്ടറിൽ ഉള്ള ഇമേജസ് തന്നെ സെലക്ട് ചെയ്യാം. അതിൻ്റെ അകത്ത് നമുക്ക് പല ഫയൽസിൽ നിന്നും എവിടെ സേവ് ചെയ്തിരിക്കുകയാണോ അവിടെ പോയിട്ട് സെലക്ട് ചെയ്യാം. ആഡ് ചെയ്യേണ്ട പിക്ചർ ക്ലിക്ക് ചെയ്തിട്ട് താഴെ ഇൻസേർട്ടിൽ ക്ലിക്ക് ചെയ്യുക.
അത് എന്നിട്ട് നമുക്ക് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ റീസൈസ് ചെയ്യാം. കോർണറിൽ പിടിച്ച് ഡ്രാഗ് ചെയ്ത്. നെക്സ്റ്റ് സ്ലൈഡിൽ ഷേപ്പും അതിൻ്റെ അകത്ത് ടെക്സ്റ്റും ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് ഹോമിൽ ഡ്രോയിങ് എന്ന് പറഞ്ഞ സെക്ഷനിൽ കുറേ ഷേപ്സിൻ്റെ ഉണ്ടാവും. അവിടെ ആരോയിൽ ഞെക്കുമ്പോൾ നമുക്ക് പല ഷേപ്സിൻ്റെ ഒരു കുറേ ലിസ്റ്റ് പോലെ കിട്ടും. ഏത് ഷേപ്പാണ് ആഡ് ചെയ്യേണ്ടതെന്ന് അതിൽ സെലക്ട് ചെയ്യാം. അതിന് സ്ലൈഡിൽ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് സ്ലൈഡിൻ്റെ മേലെ ഡ്രാഗ് ചെയ്യുമ്പോൾ ആ ഷേപ്പ് വരും. മുകളിൽ ഷേപ്പ് ഫോർമാറ്റിൽ സ്ക്വയറിൻ്റെ അകത്ത് കളേഴ്സ് ഫിൽ ചെയ്തിട്ടുള്ളൊരു ഓപ്ഷൻ കിട്ടും. അതിൻ്റെ അകത്ത് ഓരോന്നും സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഷേപ്പിൻ്റെ അകത്തുള്ള കളേഴ്സും അതനുസരിച്ച് ചേഞ്ച് ആവും. ഈ ഷേപ്പിൻ്റെ അകത്ത് ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടി അവിടെ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. എന്നിട്ട് വേണ്ട ഇൻഫർമേഷൻ അതിൻ്റെ അകത്ത് ടൈപ്പ് ചെയ്യും. ഇതിൻ്റെ സ്റ്റൈലൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഈ ടെക്സ്റ്റ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് അവിടെ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഓപ്ഷൻസ് കിട്ടും. അവിടെ നമുക്ക് ഇതിൻ്റെ സ്റ്റൈലും ഫോണ്ട് സൈസും കളറും ഒക്കെ ചേഞ്ച് ചെയ്യാം. അടുത്തത് സ്ലൈഡ് ഡിലീറ്റ് ചെയ്യുന്നത്. ഡിലീറ്റ് ചെയ്യേണ്ട സ്ലൈഡ് എടുക്കുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അതിൻ്റെ അകത്ത് ഡിലീറ്റ് സ്ലൈഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇനി ഈ പ്രസൻറ്റേഷൻ സേവ് ചെയ്യാൻ വേണ്ടി മുകളിൽ ഫയലിൻ്റെ മുകളിലായിട്ടൊരു ഐക്കൺ ഉണ്ടാവും. അത് നിൽക്കുമ്പോൾ ഇങ്ങനത്തെ ഓപ്ഷൻസ് കിട്ടും. ഇതിൽ എവിടെയാണ് സേവ് ചെയ്യേണ്ടതെന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഡെസ്ക്ടോപ്പ് എടുത്തു. ഇനി ഫയൽ നെയിം എന്ന് പറഞ്ഞെടുത്ത് ഈ ഫയലിന് ഈ പ്രസൻറ്റേഷന് എന്ത് പേര് വേണം അത് നമുക്കവിടെ ടൈപ്പ് ചെയ്യാം. അത് കഴിഞ്ഞ് സേവിൽ ക്ലിക്ക് ചെയ്യും. അതിപ്പോൾ ഡെസ്ക്ടോപ്പിൽ കൊടുത്തോണ്ട് ഡെസ്ക്ടോപ്പിലോട്ട് ഇത് സേവ് ആയിട്ടുണ്ട്. ഇത് PDF ആയിട്ട് സേവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഫയൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യും. അതിൽ സേവ് ആസ് എടുക്കണം. ഡെസ്ക്ടോപ്പ് സെലക്ട് ചെയ്തു. ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്യാൻ വേണ്ടി ഫയൽ നെയിം നമുക്ക് പേര് മാറ്റണമെങ്കിൽ മാറ്റാം. താഴെ സേവ് ആസ് ടൈപ്പ് സെലക്ട് ചെയ്യുമ്പോൾ അതിൽ നമ്മൾ PDF സെലക്ട് ചെയ്യണം. എന്നിട്ട് സേവ് എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ അത് ഡെസ്ക്ടോപ്പിൽ PDF ആയിട്ട് സേവ് ആയിട്ടുണ്ട്. അത് സെലക്ട് ചെയ്യുമ്പോൾ നമുക്കിത് PDF ആയിട്ട് കാണാം. ഇതാണ് പവർ പോയിൻ്റ് ബേസിക്സ്. താങ്ക് യു.